നന്മയുടെ വിഷയത്തിലാണ് അവിടെ മത്സരം നടക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മുസ്ലിമേ, നമ്മളും മത്സരിക്കേണ്ടത് അവിടെയാണ്. ഒരു വഅദ് കേട്ടാൽ ഒരു ഉസ്താദ് പറയുന്ന ദുആയാകട്ടെ, ഒരു ദിക്റാകട്ടെ, ഒരു സൂറത്താകട്ടെ, ഒരു നന്മയാകട്ടെ, തങ്ങളെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങൾ ചെയ്യണേ. പഠിച്ചവനെ, നിങ്ങളത് ജീവിതത്തിൽ നിലനിർത്താൻ പരിശ്രമിക്കണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നമുക്കും ഒരു മത്സരം നടക്കാം. പാർലമെന്റിലേക്കുള്ള ഇലക്ഷനല്ല, പഠിച്ചവനെ നിയമസഭയിലേക്കുള്ളതല്ല. എങ്കിലും നമുക്കൊരു മത്സരം നടത്താം, നമുക്കും ഒരു നന്മ ചെയ്യാം. ആരാണ് നന്മ പറഞ്ഞു തരുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരുന്ന ഒരു നന്മയാണ്. അലിയാർ തങ്ങളാണ് നന്മ പറഞ്ഞു തരുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം നിനക്കറിയുമല്ലോ. പാവപ്പെട്ടവനായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു, പാവപ്പെട്ടവനായ അലിയാർ തങ്ങളാണ് ഫാത്തിമാനെ വിവാഹം കഴിച്ചത്. റബ്ബേ, പെങ്ങളെ വായിച്ചു നോക്കണം പെങ്ങള്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം അലിയാർ തങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖം അവിടന്ന് വാടിയിരിക്കുകയാ. ഫാത്തിമയുടെ മുഖമൊന്ന് വാടിയിരിക്കുകയാ. അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്തു പറ്റി ഫാത്തിമ? നിന്റെ മുഖത്തൊരു സങ്കടം കാണുന്നല്ലോ. എന്താണ് നിനക്ക് സംഭവിച്ചതെന്ന് നബി തങ്ങളുടെ മകളായ ഫാത്തിമയോട് ഭർത്താവെന്ന് പറയുന്ന അലിയാർ തങ്ങൾ ചോദിച്ചപ്പോ അവിടുന്ന് കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അലിയേ, ആട്ടുകല്ല് പിടിച്ചിട്ട് മാവ് പൊടിച്ചിട്ട് എന്റെ രണ്ട് കൈയും പൊട്ടിയിരിക്കുകയാ. അലിയാർ തങ്ങൾ വീട്ടിൽ വന്നപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയുടെ മുഖത്തൊരു സങ്കടം, പറഞ്ഞൊന്നുമില്ല. എന്തെനിക്കൊരു സന്തോഷമില്ലാത്ത, എന്തു പറ്റി ഫാത്തിമ? എത്ര ചോദിച്ചിട്ട് അവസാനം പറഞ്ഞു, കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. രണ്ട് കൈയും മാവ് പൊടിക്കുന്നത് കല്ല് പിടിച്ചിട്ട് പൊട്ടിപ്പോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ വീടിന്റെ വരുമാനം ഫാത്തിമ ബീവിയുടെ കയ്യിലും ഗോതമ്പ് കൊണ്ടുവന്ന് കൊടുക്കും. ഫാത്തിമ പൊടിക്കും. പൊടിച്ച് കല്ല് കൊണ്ട്, മിക്സി ഒന്നുമില്ല, ഗ്രൈൻഡർ ഒന്നുമില്ല, ഫാത്തിമ തന്റെ കൈ കൊണ്ട് പൊടിച്ചു കൊടുക്കും. അത് കൊണ്ടുപോയി വിറ്റിട്ടാണ് ആ കുടുംബം ജീവിക്കുന്നത്. അപ്പൊ നീ ചോദിക്കും, സിറാജെ, മാവ് പൊടിച്ച കൈ പൊട്ടുവന്നു. നിങ്ങൾ അങ്ങനെ എല്ലാത്തിനും ചോദ്യം ചോദിക്കുന്നവരാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ നിങ്ങളൊക്കെ ജോലിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് രണ്ട് മക്കളുണ്ട്, ഹസനും ഹുസൈനും. 1 വയസ്സിന്റെ വ്യത്യാസം. പെണ്ണുങ്ങളൊക്കെ കേൾക്കണം, 1 വയസ്സിന്റെ വ്യത്യാസം ഹസനും ഹുസൈനും. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തൊട്ടിലിൽ ഈ മക്കളെ കിടത്തും. എന്നിട്ട് മാവ് പൊടിക്കുമെന്ന സമയത്ത് മക്കള് കരഞ്ഞാൽ എഴുന്നേറ്റ് പോയിട്ടൊന്ന് ആട്ടി ഉറക്കാൻ പോലും സമയമില്ല. കയറ് കെട്ടിയിട്ടിരിക്കുക കാലില്. ഫാത്തിമ ബീവി ആ തൊട്ടിലിൽ ഒരു കയറിന്റെ ഒരു ഭാഗം, മറുഭാഗം ഫാത്തിമയുടെ കാലിൽ. മക്കള് കരയുമ്പോ ഈ കാല് കൊണ്ട് ഇങ്ങനെ ആട്ടിയിട്ട ഫാത്തിമ മക്കളെ ഉറക്കുന്നത്. അത്രത്തോളം ജോലിയാ. അങ്ങനെ 2 കൈയും പൊട്ടികെട്ട് രക്തം ഇങ്ങനെ പൊടിയുന്ന അവസ്ഥയിൽ ഇരുന്നപ്പോ വല്ലാത്ത സങ്കടമായി ഭർത്താവിന്. അന്ന് രാത്രി കിടക്കുമ്പോ അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഞാനൊരു വഴി പറഞ്ഞു തരാം. നിന്റെ പ്രയാസം മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്താണ് വഴിയെന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ അലിയാർ തങ്ങൾ പറഞ്ഞു, നാളെ നീ നിന്റെ വീട്ടിൽ പോകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന നിന്റെ വാപ്പയുടെ മുമ്പിൽ ചെന്നിട്ട് നീ നിന്റെ സങ്കടം പറയണം. നിന്റെ ജോലിയെ കുറിച്ച്, നിന്റെ പ്രയാസത്തെ കുറിച്ച് നീ നിന്റെ പിതാവിനോട് പറഞ്ഞാൽ, ഇതെല്ലാം പറഞ്ഞിട്ട് നീ വാപ്പയോട് ചോദിക്കണം, വാപ്പ, ഒരുപാട് അടിമകൾ ഇവിടെ ഉണ്ടല്ലോ, എനിക്ക് ഒന്ന് സഹായത്തിന് ഒരടിമയെ എനിക്ക് തായെന്ന് നീ ചോദിച്ച ഉറപ്പായിട്ട് നിന്റെ വാപ്പ തരും. ഒരടിമയെ നീ ചെന്ന് ചോദിക്ക്. ഒരടിമയെ ലഭിച്ചു കഴിഞ്ഞാൽ നിനക്ക് എളുപ്പമായല്ലോ, ഇത്രയും കഷ്ടപ്പാടില്ലല്ലോ. അലിയാർ തങ്ങൾ പറയുമ്പോ ഫാത്തിമ ചിന്തിച്ചു, അല്ലാഹ്,
പറഞ്ഞതൊരു നല്ല കാര്യമാണല്ലോ. അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുകയാണ്. ജോലിയെല്ലാം കഴിഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് ഫാത്തിമ കടന്നു ചെല്ലുകയാ. വീട്ടിൽ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലില്ല. നബി തങ്ങൾ സുബഹി കഴിഞ്ഞപ്പോഴേ ഒരു യാത്ര പോയിരിക്കുകയാണ്. പ്രവാചകൻ എവിടെയോ പോയി. ഫാത്തിമയ്ക്ക് സങ്കടമായി. ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആയിഷ ഉമ്മയുടെ ചാരത്ത് ചെന്നിട്ട് തന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് ഫാത്തിമ കരയുകയാ, സങ്കടം പറയുകയാ. എന്നിട്ട് പറഞ്ഞു, ഉമ്മ വാപ്പ വരുമ്പോ പറയണേ എനിക്കൊരടിമയെ തരാറ്. ഉമ്മ എങ്ങനെയെങ്കിലും എനിക്കൊരടിമയെ വാങ്ങിച്ചു തരണം, വല്ലാത്ത കഷ്ടപ്പാടാണ്. പടച്ചവനെ, ആയിഷ ബീവി പറഞ്ഞു, ഞാൻ പറയാമോള്. ആയിഷ ബീവിക്ക് പോലെ സങ്കടമായി. ഇതുപോലെ ഭർത്താവിന്റെ വീട്ടിലെ ജോലിയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മടങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ഒരുപാട് താമസിച്ചിട്ടാണ് നബി തങ്ങൾ വന്നത്. ഒരുപാട് താമസിച്ചിട്ടാ അല്ലാഹുവിന്റെ പ്രവാചകൻ വന്നത്. അതാ അർദ്ധരാത്രിയിലാണ് വീട്ടിലേക്ക് വന്നത്. നബി തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയേ, ഫാത്തിമ വന്നിരുന്നു നബിയേ. ഒരുപാട് സങ്കടം പറഞ്ഞു നബിയേ. ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. തന്റെ പൊന്നാര മകളുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോ നബി തങ്ങൾ ഇറങ്ങുകയാണ്. ഞാനിപ്പോ വരാം ആയിഷ, എന്റെ മോളെ എനിക്ക് കാണണം ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കാണാൻ ആ രാത്രിയിൽ തന്നെ നബി തങ്ങൾ ഇറങ്ങുകയാണ്. ആ രാത്രിയിൽ തന്നെ നബി തങ്ങൾ ഇറങ്ങുകയാണ്. ഫാത്തിമയുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് സലാം പറഞ്ഞു. അല്ലാഹുവേ, നബി തങ്ങൾ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ രണ്ടുപേരെ ചാടി എഴുന്നേക്കാൻ പോവുകയാണ്. നബി തങ്ങൾ പറഞ്ഞിരിക്കാൻ തന്റെ മകളെയും തന്റെ മരുമകനെയും പിടിച്ചിരുത്തിയിട്ട് രണ്ടുപേരുടെയും ഇടയിൽ നബി തങ്ങൾ പോയിരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ ഫാത്തിമയുടെ കൈപിടിക്കുകയാണ്. ഫാത്തിമയുടെ കൈപിടിക്കുകയാണ്. പൊട്ടിയിരിക്കുന്നതിന്റെ പൊന്നാര മകളുടെ കൈപിടിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? പെൺമക്കളുള്ള പിതാക്കന്മാര് പഠിച്ചോ ഒരു വാപ്പ എങ്ങനെയാകണമെന്ന്. പെൺമക്കളുള്ള ഉപ്പയും ഉമ്മയും പഠിക്കാൻ പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? മോളെ ഫാത്തിമ, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുത്ത അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ? നിബിധങ്ങൾ ചോദിക്കുകയാ. ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം നിനക്കറിയുമോ? ഇല്ല വാപ്പാ. പെങ്ങളെ, നിന്റെ പരാതിയാണ് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പാടാണ്, ജോലിയാണ്, പ്രതിഫലമില്ലെന്ന് പറയല്ലേ. അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ടാണ് നിന്റെ മക്കൾക്ക് ഭക്ഷണം വെക്കുന്നത്, നിന്റെ ഭർത്താവിന് ഭക്ഷണം വെക്കുന്നത്. എങ്കിൽ അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്കറിയുമോ? ആ നട്ടുച്ച സമയത്ത് 12 മണിക്ക് 1 മണിക്ക് അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് ചൂട് കൊണ്ടിട്ട് നിന്റെ ശരീരം വിയർക്കുമല്ലോ, വിയർപ്പ് തുള്ളികൾ ഒഴുകുമല്ലോ. ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനകത്തുകൂടെ വിയർപ്പ് തുള്ളി ഇങ്ങനെ ഒഴുകാറുണ്ടല്ലോ. വെറുതെയല്ല
വെറുതെയല്ല ഉമ്മ, പെങ്ങളെ ആ വിയർപ്പ് തുള്ളി വെറുതെയല്ല, അത് നിനക്ക് നരകമോചനത്തിന് കാരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ വിയർപ്പ് തുള്ളിയുണ്ടല്ലോ, ചോറ് വെക്കുമ്പോ കറി വെക്കുമ്പോ അടുപ്പിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ശരീരത്തിലൂടെ നെറ്റിത്തടത്തിലൂടെ കഴുത്തിലൂടെ വിയർപ്പ് തുള്ളി ഇങ്ങനെ ഒഴുകാറുണ്ടല്ലോ, അത് വെറുതെയാകില്ല, അത് നിനക്ക് നരകമോചനത്തിന് കാരണമാണ്. നീ എന്ത് ചെയ്താലും പ്രതിഫലമാണ്. വസ്ത്രം കഴുകിയ പ്രതിഫലമാണ്, ഭക്ഷണം വെച്ച പ്രതിഫലമാണ്, വീട് തൂത്ത പ്രതിഫലമാണ്. പെങ്ങളെ ഗർഭിണികളുണ്ടല്ലോ, ഗർഭിണിയായ പെണ്ണുണ്ടല്ലോ, പ്രസവിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയാ അവൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പാല് കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ നിന്റെ മക്കൾക്ക് നീ പാല് കൊടുത്താ നിനക്ക് ജിഹാദിന്റെ കൂലിയാ. ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോ ശരീരം വിയർക്കാറില്ലേ, ആ വിയർപ്പ് തുള്ളി വെറുതെയാകില്ല, നിനക്ക് നരകമോചനത്തിന് അതൊരു കാരണമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ എന്ത് ചെയ്താലും പ്രതിഫലം. ഇത് ആരോടാ പറയണേ? ജോലി ചെയ്തിട്ട് കൈ പൊട്ടിയിട്ട് സങ്കടം പറഞ്ഞ മകളോടൊരു വാപ്പ ചോദിക്കാം, മോളെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കാൻ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയോ? നമ്മൾ എന്ത് പറയും? വാരിക്കെട്ട് പോയേക്കാം വന്നേരെ. നമ്മൾ വിളിച്ചു പറയും, വരുന്നുണ്ട് മുഴുവനും വാരിക്കെട്ടിക്കോ. ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസം, ദുരിതം, കഷ്ടപ്പാട്, ഈ കഷ്ടപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ആ രാത്രി തന്നെ ഇറങ്ങണം, വാരിക്കെട്ടി വിളിച്ചുകൊണ്ടിങ്ങ് വരികയാ. എന്ന വാപ്പ അങ്ങനല്ല. എടോ, നിന്നെ പോലെ സമ്പത്ത് ഉണ്ടാകണമെന്നില്ല നിന്റെ മരുമകന്, നിന്നെ പോലെ കൊട്ടാരമുള്ള വീടും AC റൂമും കാറും ഉണ്ടാകണമെന്നില്ല. അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ലേ പറ്റൂ. അപ്പൊ മക്കള് സങ്കടം പറയുമ്പോൾ ആ മക്കളെ ഉപദേശിച്ചു കൊടുക്കേണ്ടതിന് പകരം നീ അത് വാരിക്കെട്ടി വീട്ടിൽ കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ സ്നേഹമല്ല, അത് അക്രമമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വാശിയ എല്ലാത്തിനും, ഭാര്യ ഭർത്താവിനും മാതാപിതാക്കൾക്കാ വാശി, ഭാര്യക്കും ഭർത്താവിനെക്കാളും വാശി അവരുടെ ഉപ്പായ്ക്കും ഉമ്മായിക്കും. എടാ, നമ്മള് ഈഗോയാണെന്ന് പലതും. എന്റെ പ്രിയപ്പെട്ടവരെ, പല കുടുംബ ബന്ധങ്ങളും മുറിയാൻ കാരണം എന്താ? ഇപ്പൊ ഞാൻ നോക്കിക്ക്, എനിക്കറിയുന്ന തന്നെ പറയാം, ഒരു സോപ്പ് കാരണം ബന്ധമൊഴിഞ്ഞവരുണ്ട്. ഒരു പെൺകുട്ടി കുളിക്കാൻ പോകുമ്പോ സോപ്പ് വായിട്ട് പോകും, കുളിച്ചു കഴിഞ്ഞ് അവൾ ആ സോപ്പ് എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടുവെക്കും. ഇത് സ്ഥിരമായി നടക്കുന്നതാ. ഒരു ദിവസം ഇവിടെ സോപ്പും കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്നത് ഭർത്താവിന്റെ സഹോദരി കണ്ടു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ആർക്കെങ്കിലും വലിയ മാരക രോഗം വല്ലതും ഉണ്ടോ, പടരുന്ന രോഗമുണ്ടോ, തുടങ്ങി ഒരു സോപ്പ് കാരണം രണ്ടുപേരും പിരിഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, അവൻ പറഞ്ഞു, ഉസ്താദെ എന്റെ ഭാര്യയുടെ സഹോദരന്റെ കല്യാണമാ, വരണം, എനിക്ക് പോകാൻ പറ്റിയില്ല. കുറെ നാളുകൾക്ക് ശേഷം കണ്ടപ്പോ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് വരാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഉസ്താദ് അവൾ എന്നേ പോയെന്ന്. ഉസ്താദെ അവൾ എന്നേ പോയി ചോദിച്ചപ്പോ പറഞ്ഞു, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, അതുകൊണ്ട് അവള് പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, അതുകൊണ്ട് അവള് പോയി. കമ്മിറ്റിക്കാരുടെ മുമ്പിൽ കേസ് എന്നപ്പോ മസ്ലഹത്തിന് പോയപ്പോ കമ്മിറ്റിക്കാരനായ പ്രസിഡന്റ് ചോദിച്ചെന്ന്, നിനക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തൂടെ, ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചൂടെ? ഓൻ അത്ര അറിവേ ഉണ്ടായിരുന്നുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നലെ ഞാൻ ഞങ്ങളുടെ പത്രത്തിലുണ്ടായിരുന്നു, ഒരു സാരി കാരണം ഒരു ഭാര്യയും ഭർത്താവും പിരിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണെന്ന കാരണം. നിങ്ങൾ നോക്കിക്കേ, ഈ ഭാര്യക്കും ഭർത്താവിനും 5 മിനിറ്റ് പരസ്പരം ഇരുന്ന് സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ. പക്ഷെ അനുവദിക്കൂല. വാശി ഭർത്താവിന്റെ വാപ്പയ്ക്ക, പെണ്ണിന്റെ ഉമ്മ അവള് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, അവർക്കാ വാശി. അങ്ങനെ എത്രയോ കുടുംബജീവിതങ്ങൾ തകർന്നു. ഞാൻ തന്നെ എന്റെ ഉദാഹരണം, ഞാൻ ഒരു പള്ളിയിൽ നോക്കുമ്പോ ഒരു മസ്ലഹത്ത്, സാധാരണ മസ്ലഹത്തിന് പോകാറില്ല, അവസാനം എല്ലാ ചർച്ചകളും അവസാനം എഴുത്തുകുത്തടക്ക കൊടുത്തൊക്കെ തിരിച്ചു വാങ്ങാനുള്ള പേപ്പറിൽ വക്കീലിനൊക്കെ കൊണ്ടുവന്ന് എഴുതുകയാ. 10-35ഓളം പേരുണ്ട്. എന്നെ വിളിച്ചു. ഞാൻ പോയി നോക്കുമ്പോ ബദർയുദ്ധം നടക്കണമല്ലോ, അവിടെ ബഹളം നടക്കുന്നുണ്ട്. ഉസ്താദ് എന്താ ഒന്നും മിണ്ടാത്ത? ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ആരോടും സംസാരിക്കേണ്ട കാര്യമില്ല, ഈ പെണ്ണിനോടും പയ്യനോടും ഒരു 5 മിനിറ്റ് സംസാരിക്കണം. അപ്പൊ പെണ്ണിന്റെ വാപ്പ പറഞ്ഞു, പറ്റൂല, സംസാരിക്കാൻ പറ്റൂല. അപ്പൊ ചെറുക്കന്റെ വീട്ടുകാരൻ എന്റെ കൂടെ കൂടി, ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയണ പോലെ, അതെന്താ ഉസ്താദ് സംസാരിച്ച എന്താ? അപ്പൊ അങ്ങനെയാണ്, ഉസ്താദ് സംസാരിക്കട്ടെ. രണ്ടുപേരെയും വിളിച്ച് മദ്രസയുടെ മുകളിൽ ചെന്നു. ഞാൻ ചോദിച്ചു,
ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പരാതി എന്ന്. ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ ഇടിയും മഴയും കാറ്റും ഒക്കെ നടന്നു. ബദർ യുദ്ധം നടക്കണ പോലെ രണ്ടെണ്ണം എന്നാ ചീത്ത വിളിയെന്നറിയോ. ഞാൻ മിണ്ടാതെ ഇരുന്നു. മുമ്പിൽ ഇരുന്നത് ഒരു ഉസ്താദാണെന്ന പരിഗണന പോലും എനിക്ക് നൽകിയില്ല. എന്നാലും രണ്ടുപേര് സംസാരിച്ചു. എല്ലാം കഴിഞ്ഞു. രണ്ടുപേരും മഴ പെയ്തതുപോലെ ക്ഷീണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഒന്ന് ഇനി ഒരു അവസരം കൂടെ കൊടുത്തൂടെ ഇവരുടെ കൂടെ ജീവിക്കാനോ? ഞാനോ? ഉസ്താദേ, എനിക്ക് ഇയാളെ വേണ്ട ഉസ്താദേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത വഴക്കായി. സ്നേഹമില്ല എന്റെ ഭർത്താവിന് എന്നോട്. എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല. പെണ്ണ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടെന്നറിയോ? എന്റെ ഭർത്താവിന്റെ ഫോണായാൽ മതിയായിരുന്നു ഉസ്താദേ. ഞാൻ ചോദിച്ചു, എന്ത്? ബാത്റൂമിൽ പോകുമ്പോൾ അതും കൊണ്ടാവണേ. ഭർത്താവ് ബാത്റൂമിൽ പോകുമ്പോൾ അതുകൊണ്ടാ പോകുന്ന പരാതി. അവസാനം എല്ലാം കഴിഞ്ഞ് ഇവരെന്തായാലും പിരിയുമെന്ന് എനിക്ക് മനസ്സിലായപ്പോ ഈ എട്ടാമത്തെ അടവെന്ന് പറയുന്ന പോലെ ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിറങ്ങിക്കഴിഞ്ഞാൽ പിരിഞ്ഞു. താഴെ നിങ്ങൾ പിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. കുറെ കൊല്ലം കൂടെ ജീവിച്ചതല്ലേ, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ പൊരുത്തം ചോദിക്കുക. ഈ റൂമിന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചു, അടിച്ചു. ഇനി നിങ്ങൾ പൊരുത്തമില്ലെങ്കിൽ നരകത്തിലല്ലേ. ഭർത്താവിന്റെ പൊരുത്തം ഭാര്യയ്ക്കും വേണം, ഭാര്യയുടെ പൊരുത്തം ഭർത്താവിനും വേണം. അതുകൊണ്ട് പൊരുത്തം ചോദിച്ചിട്ട് ഇറങ്ങ്. ഞാൻ പുറത്തിറങ്ങി നിൽക്കാന്ന് പറഞ്ഞ് വാതിലും തുറന്ന് അകത്തറ കയറിയിട്ട് ഞാൻ അടച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾക്ക് ജീവിക്കണം. ഞാൻ അവർക്ക് കൊടുത്ത ഒരു ഉപദേശമുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും പോയി വാടകയ്ക്ക് വീടെടുത്ത് ജീവിച്ച് വീട്ടിലേക്ക് മാത്രം പോയേക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാനിതാ പറയുന്നത്, നമ്മൾ നമ്മുടെ ബെഡ്റൂമിന്റെ അകത്ത് പറഞ്ഞു തീർക്കേണ്ട വിഷയം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വിടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പല പ്രശ്നങ്ങളും കടന്നു വരുന്നത്. അതുകൊണ്ട് പറഞ്ഞു തീർക്ക്. കാരണവന്മാര് ബോധമുള്ളവരാകണം. വീട്ടിലെ പ്രായമുള്ള ഒരു തെറ്റുപറ്റിയാല് തിരുത്തി കൊടുക്കേണ്ടവരാണ് പ്രായമുള്ളവര്. ഇന്ന് കുടുംബങ്ങള് പണ്ടങ്ങനെയാടോ കാരണവന്മാർക്കൊരു വിലയുണ്ടായിരുന്നു. പ്രായമുള്ളവര് വന്നാൽ അവരെ കാണുമ്പോ നമ്മൾ എഴുന്നേക്കുമായിരുന്നു. മുണ്ട് മടക്കി കുത്തുന്നവർ താഴ്ത്തിയിടുമായിരുന്നു. പടച്ചവനെ, കൊച്ചുകുട്ടികളാകട്ടെ ആരുമാകട്ടെ, പ്രായമുള്ളവരെ കാണുമ്പോ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുമായിരുന്നു. അവർക്കൊരു സ്ഥാനമുണ്ടായിരുന്നു. കൊച്ചുമക്കൾ വരെ ഉപ്പയെ കാണുമ്പോ അവിടെ ബഹുമാനിക്കും, ആദരിക്കും. എന്നാൽ ഇന്നോ പണ്ട് പ്രായമുള്ളവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കും, ഒരാദരവൊക്കെ ഉണ്ടായിരുന്നു. ഇന്നോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ കുടുംബ സംഗമങ്ങൾ നടത്താറുണ്ട്. എല്ലാ കുടുംബങ്ങളിലും ഇപ്പൊ കുടുംബ സംഗമം എന്ന് പറഞ്ഞിട്ട് ഒരു സംഗമം നടത്താറുണ്ട്. നല്ല കാര്യമൊക്കെ തന്നെ. ഒരു കുടുംബ സംഗമം നടത്തുമ്പോൾ ഞാൻ വിമർശിക്കുകയല്ല, ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. എന്തിനാണ് കുടുംബ സംഗമം നടക്കുന്നത്? കുടുംബ സംഗമം എല്ലാവരെയും വിളിച്ചുകൂട്ടും, ബന്ധങ്ങളൊക്കെ നിലനിൽക്കാൻ. നമ്മൾ പറയുന്ന ഒരു കാരണം, ഉസ്താദ്, ഈ കൊച്ചു കുട്ടികൾക്ക് അറിയില്ലല്ലോ, ബന്ധങ്ങൾ അറിയില്ലല്ലോ. അപ്പൊ ഈ കൊച്ചു കുട്ടികൾക്ക് കൂടെ അറിയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ സംഗമം വെക്കുന്നത്. കുടുംബ സംഗമമൊക്കെ വെച്ചിട്ട് ഈ പ്രായമുള്ള ഉപ്പാനെയും ഉമ്മാനെയും ആദരിക്കാറുണ്ട്. എങ്ങനെ? ഒരു ഷാളൊക്കെ ഇടും, എന്തെങ്കിലുമൊക്കെ കൊടുക്കും, ആദരിക്കും. ഈ ആദരവെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ കുടുംബ സംഗമമൊക്കെ നടത്തിയതിനു ശേഷം പ്രായമുള്ളവരെയൊക്കെ ആദരിക്കും. അവരവരുടെ കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ പറയും. ഇതെല്ലാം കഴിഞ്ഞാൽ ഈ പ്രായമുള്ള ഉപ്പയും ഉമ്മയും ഈ കാരണവന്മാരും ഈ പ്രായമുള്ളവരും എല്ലാവരും ഇരിക്കുന്ന സദസ്സില് ആ കുടുംബത്തിലെ ചെറിയ മക്കളുണ്ടല്ലോ, ആണും പെണ്ണും സ്റ്റേജിനകത്ത് കയറിയിട്ട് സിനിമ പാട്ടിട്ട് ഡാൻസ് ചെയ്യുകയാണ്. തലയിലെ തുണിയില്ല, മാറിടത്തില് തുണിയില്ല. പടച്ചവനെ, കുടുംബ സംഗമമാണ്. ഈ പ്രായമുള്ള വാപ്പ, ഈ പ്രായമുള്ള ഉമ്മ, ഉപ്പയുടെ ജ്യേഷ്ഠൻ, ഉപ്പയുടെ അനുജൻ, ഉമ്മയുടെ സഹോദരൻ സഹോദരി, ഈ പ്രായമുള്ള വാപ്പയും ഉമ്മയും ഇരിക്കുന്ന മജ്‌ലിസില് അവരുടെ കണ്ണിന്റെ മുമ്പിൽ ആണും പെണ്ണും കടന്ന് ഡാൻസ് ചെയ്യുകയാണ്, തുള്ളിച്ചാടുകയാണ്. പടച്ചവനെ, ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. പണ്ടങ്ങനെ ആയിരുന്നില്ല. പ്രായമുള്ള ഉപ്പയെ കണ്ട മക്കൾ എഴുന്നേക്കുമായിരുന്നു, തലയിലെ തുണിയിടുമായിരുന്നു, അവരെ ബഹുമാനിക്കുമായിരുന്നു, അവര് പറയുന്നതനുസരിക്കുമായിരുന്നു.
എന്നാൽ കുടുംബ സംഗമം എന്ന് പറയുന്ന ഒരു പേക്കൂത്ത് നടത്താറുണ്ടല്ലോ. ഞാൻ വിമർശിക്കുകയല്ലടോ, അത് നല്ല കാര്യമാണ്. ആ കുടുംബത്തിലെ പ്രായമുള്ളവരെ വിളിച്ചു കൊണ്ടുവന്നിരുത്തിയിട്ട് അപമാനിക്കുന്നവര്, നാണം കെടുത്തുന്നവര്, അല്ലാഹുവിന്റെ മുമ്പിൽ എന്ത് കണക്ക് പറയും നിങ്ങള്? എന്ത് നിങ്ങളല്ലേ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത്? ഈ പിഞ്ചുമക്കളെ സ്റ്റേജിൽ കയറ്റിയിട്ട് ഡാൻസ് ചെയ്യിപ്പിക്കുകയാണ്. ആരാ തലയിൽ തുണികിടുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു കൊടുക്കുകയാ, അവരെ കോമാളികളാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പ്രായമുള്ളവരിടപെടാൻ പോലും ഇന്ന് തയ്യാറാകുന്നില്ല. എന്നാ നിങ്ങൾ പഠിച്ചോ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ എന്ന് പറയുന്ന മകളോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ഫാത്തിമ, നിനക്ക് ഒരടിമയെ ലഭിക്കുന്നതിനേക്കാൾ പ്രയോജനമുള്ള ഒരു നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? നബിതങ്ങൾ ചോദിക്കുക. നിങ്ങൾ നോക്കിയേ, പണ്ട് ഉപ്പാപ്പമാരും ഉമ്മാമാരൊക്കെ വരുമ്പോൾ നമ്മൾ ബഹുമാനിക്കുന്നു. കുടുംബ സംഗമൊക്കെ നടത്തി ബിരിയാണിയൊക്കെ തിന്നിട്ട് പിന്നെ സ്റ്റേജിൽ ഈ കുട്ടികളുടെ ഒരു ഡാൻസ് ഉണ്ട്. ആണും പെണ്ണുമെല്ലാം കോമാളികളെ പോലെ ഇരിക്കും ഉപ്പാപ്പയും ഉമ്മായും. അവരെ കളിയാക്കി വിളിച്ചു വരുത്തിയിട്ട് കളിയാക്കുന്ന രംഗം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ കണ്ടതുകൊണ്ടാ പറഞ്ഞേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഫാത്തിമ എന്ന് പറയുന്ന മകളോട് നബിതങ്ങൾ ചോദിച്ചു, അടിമയെ ലഭിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള ഒരു നന്മ പറഞ്ഞു തരട്ടെ, നിനക്ക് പ്രയോജനമുള്ള ഒരു നന്മ പറഞ്ഞു തരട്ടെ. പാതിരാത്രിയാണ് നബിതങ്ങളോട് ഫാത്തിമ പറഞ്ഞതാവുപ്പാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ ദിക്ർ പറയണേ ഫാത്തിമ, ഈ ദിക്ർ പറയണേ ഫാത്തിമ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ ദിക്ർ പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. പടച്ചവരെ, നിങ്ങളെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്ന ദിവസം വരെ പറഞ്ഞിരുന്നു. ഭർത്താവ് പറയുകയാണ്, നബിതങ്ങൾ പറഞ്ഞതിന് ശേഷം എന്റെ ഫാത്തിമ മരിക്കുന്നത് വരെ പറയുമായിരുന്നു. അലിയാര് തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. ഞാനും അങ്ങനെ തന്നെയാണ്. നബിതങ്ങളന്ന് രാത്രി ഞങ്ങളുടെ കിടപ്പറയിൽ വന്നിട്ട് ആ പറഞ്ഞു തന്ന ഒരു ദിക്റുണ്ടല്ലോ, അത് മരിക്കുന്നത് വരെ ഞാനും പറയുമായിരുന്നു എന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുമ്പോ ഈ വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, ഞാനും ഒരു നന്മ പറഞ്ഞു തരാ, നിനക്കൊന്ന് ചെയ്യാൻ കഴിയുമോ? വാപ്പാ, നിങ്ങളെ കൊണ്ട് കഴിയുമോ? നിങ്ങളെ കൊണ്ട് കഴിയുമോ? പൈസയുടെ ചെലവില്ല, കഷ്ടപ്പാടില്ല, ഉറക്കമൊഴിയണ്ട. പടച്ചവനെ, ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി ബെഡിൽ പോയിരിക്കുന്ന ആ അവസാന സമയം ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? എന്നും ചെയ്യണമെന്ന് പറയുന്നില്ല, എന്നും ചെയ്യാൻ പറയുന്നില്ല. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഈ പറയുന്ന നന്മ ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കിടക്കാൻ കഴിയുമോ? അള്ളയാ പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഞാനൊരു നന്മ പറഞ്ഞു തരാം, കഷ്ടപ്പാടോ പൈസയുടെ ചെലവോ ഒന്നുമില്ല. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന ഒരു നന്മ, ഇന്നത്തെ ഒരു ദിവസം, നാളെ നിങ്ങളുടെ ഇഷ്ടം, ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഞാൻ പറയുന്ന ഈ നന്മ ചെയ്തിട്ടേ നിങ്ങൾ കിടന്നുറങ്ങാവൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ചെയ്യാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എന്നുമില്ല, ഇന്നത്തെ ഒറ്റ രാത്രി ഒന്ന് കൈവക്കിക്കേ. അരക്കയ്യന്മാരൊന്നുമില്ല, പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ.
അള്ളാഹുവേ ഈ കൈ പൊക്കിയ ഞങ്ങൾക്ക് മരിക്കുന്നത് വരെ ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല പടച്ചവനെ. അള്ളാഹുവേ ഹൗലുൽ കൗസർ ഈ കൈ കൊണ്ട് തന്നെ വാങ്ങിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ പടച്ചവനെ. നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ വലത് കൈ കൊണ്ട് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ പടച്ചവനെ. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ. ആമീൻ പറ. പൈസ വല്ലതും ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. ഒരു നന്മ ഇന്ന് രാത്രി ചെയ്തിട്ട് കിടന്നുറങ്ങാവോ? ചെയ്യാനും പറഞ്ഞില്ല. ഒരു ഇൻഷാ അള്ളയുടെ സ്ഥാനത്തല്ലേ നീയത്ത് കൈവെക്കുന്നു. അതിന് പോലും ചെയ്യാത്ത മനുഷ്യൻ. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ഒന്നുകൂടെ കൈവെക്കിക്കേ. അപ്പൊ വേണോന്ന് വെച്ചാ ചക്ക വേരിലും കായ്ക്കും അല്ലേ? അതാ പറഞ്ഞത്. വാപ്പ പറഞ്ഞു അതിങ്ങെടുത്തിട്ട് പാടാ. ഞാൻ പോത്തില്ല. എടാ പോയി എടുത്തിട്ട് പാടാ. പോത്ത് ഒരെണ്ണം കൊടുത്തിട്ട് പറഞ്ഞു പോയി എടുക്കടാ. ചിലരങ്ങനെ ഒന്ന് കൊണ്ടാലേ നേരെയാകൂ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹ് നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 4 കാര്യം ചെയ്തിട്ടേ ഉറങ്ങാവൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? ഉറക്കപ്പറ. അല്ലാ ഈ ഇൻഷാ അല്ലാ പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഇനി ഒരു ഇൻഷാ അല്ലാ പറഞ്ഞ് ഒന്ന്. അപ്പൊ ചെയ്യൂലേ? ഇതിങ്ങനെ പണ്ടായിരുന്ന വഴുത് പറച്ചൽ. ഇപ്പൊ അങ്ങനല്ല. ചെയ്യണം. കേൾക്കുന്ന അറിവ് ജീവിതത്തിൽ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഖത്തം ഓതിയിട്ട് വേണം നിങ്ങളൊക്കെ ഉറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തോദണം? ഒരു ഖത്തം ഖുർആൻ മുഴുവനും ഓതിയിട്ട് വേണം കിടന്നുറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? എന്നെ നോക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. ആ നോട്ടത്തിൽ അറിയാം. ആയിഷ ബീവി റളിയല്ലാഹു തആല ഇത് തന്നെ. അപ്പൊ ഉറങ്ങേണ്ട നബിയെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇഖ്ലാസ്, ഫലക്, നാസ്. ഈ 3 സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്താൽ അവനൊരു ഖത്തം ഓതിയ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് സൂറത്ത്? ഈ 3 സൂറത്ത് ഓതിയ എന്താ പ്രതിഫലം? ഒരു ഖത്തം ഓതിയ കൂലി കിട്ടും. അപ്പൊ ഇനി പറ, ഖത്തം ഓതുവോ? വാപ്പ മരിച്ചതിന് ഖത്തം തന്നെ ഓതണം. മരിച്ചുപോയ വാപ്പായ്ക്ക് ഖത്തം തന്നെ ഓതണം. ഇതെന്തിനാ? ഉറങ്ങുന്നതിന് മുമ്പ് ഓതേണ്ട കാര്യമാണ്. അല്ലാതെ ഉസ്താദെ ഞാൻ 2 ഖത്തം ഓതിയിട്ടുണ്ട്. നാളെ എൻ്റെ വാപ്പ മരണപ്പെട്ടിട്ട് 12 വർഷമാവുകയാണ്. ഉപ്പാടെ ഖബർ അല്ലാഹു വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. സത്യം പറഞ്ഞാൽ ഈ ഡേറ്റ് ഞാൻ അറിഞ്ഞില്ല. എല്ലാ വർഷവും വാപ്പാടെ ആണ്ട് വരുമ്പോൾ ഞാൻ ഇതുപോലെ വഴുതു പറഞ്ഞിടക്കാം. അന്ന് പോലും വീട്ടിൽ പോവില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഡേറ്റിന്റെ കാര്യം തന്നെ മറന്നുപോയി. അള്ളാഹുവിൻ്റെ ഉപ്പാടെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കുമാറാകട്ടെ. ഞാനപ്പോൾ ചിന്തിച്ചു, പടച്ചവനെ വീട്ടിൽ പോയാൽ 4, 5, 10, 5, 6 പേര് ഇരുന്നിട്ട് യാസീൻ ഓതി ദുആ ചെയ്യും. അതിനേക്കാളും നല്ലതല്ലേ ആയിരക്കണക്കിന് പേരിരിക്കുന്ന മജ്‌ലിസിൽ ഉപ്പാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അതല്ലേ? അള്ളാഹു ഖബറിനെ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഖത്തം ഓതിയിട്ട് കിടന്നുറങ്ങൂല്ലേ? ഇൻഷാ അല്ലാഹ്. ഓക്കെ അല്ലേ? നമ്മൾ ചിരിക്കും മനുഷ്യന്മാരെ. ഒന്നിന് സന്തോഷമില്ല. ഒന്ന് എല്ലാം ചിരിച്ചേ. പുഞ്ചിരിക്കുന്നത് സദക്കയാണെന്ന്. ഒന്ന് ചിരിച്ച് കൊലച്ചിരി ഇരിക്കരുത്, അത് വേറെ. പുഞ്ചിരിച്ചാ മതി. അള്ളാഹു ഈ ചിരി മുഖത്തിലേക്ക് എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ. 2, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം എഴുന്നേക്കുമോ എന്ന് നമുക്കറിയില്ല. നമ്മൾ കിടക്കുമ്പോൾ പള്ളിയിൽ കൊണ്ട് മയ്യത്ത് വെച്ചിട്ടാണോ പൊരുത്തം ചോദിക്കേണ്ടത്? അല്ല, മരിക്കുന്നതിന് മുമ്പ് പൊരുത്തം ചോദിക്കണം. 5 കാര്യം മരിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്ന്. അതിൽപ്പെട്ട ഒന്നാണ് പൊരുത്തം. അപ്പൊ ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചോദിക്കൂലേ? കൂടെ കിടക്കുന്ന പെണ്ണുമ്പിള്ള എടുത്ത് ചോദിക്കുന്നില്ല. ഇനിയാ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? രാത്രി കിടക്കുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ നമ്മുടെ ഭാര്യാൻ എന്തെല്ലാം പറയുന്നുണ്ട്. എടി ആമിന പൊരുത്തപ്പെട്ടേക്കണേ നമ്മൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? താത്താമാരെ നിങ്ങൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? പിന്നെ ഇനി പൊരുത്തത്തിന്റെ കുറവും കൂടെ ഉള്ളില്ലേ അല്ലേ? എന്നാ ചോദിക്കണം. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, നബിയെ ഇപ്പൊ ലോകത്തുള്ള എല്ലാവരോടും എങ്ങനെ പൊരുത്തം ചോദിക്കാൻ പറ്റാ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് പൊരുത്തം വേണോ? നിങ്ങൾക്ക് പൊരുത്തം വേണോ? കിടന്നുറങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്യണം.
കിടന്നുറങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്യണം. നിനക്ക് വേണ്ടി മാത്രമല്ല. അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. വെള്ളിയാഴ്ച ജുമയുടെ രണ്ടാമത്തെ ഖുത്ബയിൽ ഉസ്താദ് ദുആ ചെയ്യാറുണ്ടല്ലോ. അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ഈ ദുആ അറിയുന്നവരാ ദുആ ചെയ്യൂ. ഈ ദുആ ഓതാൻ അറിയുന്നവർ ഈ ദുആ ചെയ്യൂ. ഉമ്മ അറിയില്ലേ? അല്ലാഹുവേ, ലോകത്തുള്ള എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ. എല്ലാവരോടും നീ കരുണ കാണിക്കണേ എന്ന് ദുആ ചെയ്താ ലോകത്തുള്ള എല്ലാവരുടെയും പ്രതിഫലം നിനക്ക്, എല്ലാവരുടെയും പൊരുത്തം നിനക്ക് ലഭിക്കുകയാണ്. അതുമാത്രമല്ല, ആ ദുആഇന്റെ മഹത്വം അറിയുമോ? ആ ദുആഇന്റെ മഹത്വം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ ആ ദുആ എന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഗുഫിർ ലിൽ പറയടോ, അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. നമ്മൾ ദുആ പഠിച്ചവരാ. ഈ ദുആഇന്റെ പ്രതിഫലം എന്തെന്നറിയോ? ഇന്ന് ലോകത്ത് 200 കോടി മുസ്ലിമീങ്ങളുണ്ട്. ഏകദേശ കണക്കു പ്രകാരം 200 കോടി ഇല്ലെങ്കിൽ 180 കോടി 200 കോടി ഉണ്ടെന്നാ പറയുന്നത്. 200 കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഈ ദുആ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്താൽ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ 200 കോടി നന്മ നിനക്ക് ഇന്ന് രാത്രി തന്നെ ലഭിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര കോടി നന്മ? എത്ര കോടി നന്മ? 200 കോടി മുസ്ലിമീങ്ങൾ ലോകത്തുണ്ടെങ്കിൽ ആ 200 കോടി മുസ്ലിമിന്റെ തല എണ്ണമനുസരിച്ച് അള്ളാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് ദുആ ചെയ്ത? അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഇല്ലേ മലയാളം? അല്ലാഹ്, ലോകത്തുള്ള എല്ലാവർക്കും നീ പുറത്തുവിട്, എനിക്ക് മാത്രമല്ല. എല്ലാവരോടും നീ കരുണ കാണിക്കുക, ദുആ ചെയ്യണം. 3 നബിതങ്ങൾ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരോടും പൊരുത്തം ചോദിക്കണം. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, നിങ്ങളെ മാത്രമല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ, അപ്പൊ എല്ലാ പ്രവാചകന്മാരോട് എങ്ങനാ ഞാൻ ശഫാഅത്ത് ചോദിക്കുക? നാളെ പരലോകത്ത് വരുമ്പോ എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേന്ന് എങ്ങനാ പറയുക? അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ആയിഷ, എന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് പറ, എന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് നീ പറ, നിനക്ക് ശഫാഅത്ത് കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഖത്തമോദി ഇങ്ങോട്ട് നോക്ക്, ഖത്തമോദി എല്ലാവരോടും പൊരുത്തം ചോദിച്ചു, പ്രവാചകന്മാരുടെ ശഫാഅത്തിന് വേണ്ടി സ്വലാത്ത് പറഞ്ഞു. 4 ഹജ്ജും ഉംറയും ചെയ്തിട്ടുറങ്ങണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തിട്ടുറങ്ങണം? ഹജ്ജും ഉംറയും ചെയ്തിട്ടുറങ്ങണം. അതിനെന്തേ വഴി? സുബ്ഹാനല്ലാഹ് 33, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. ഈ ദിക്ർ നീ പറഞ്ഞിട്ട് കിടന്നുറങ്ങ്, നിനക്ക് ഹജ്ജും ഉംറയും ചെയ്ത കൂലിയുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് നബിതങ്ങൾ പറഞ്ഞത്. ഇതാണ് നബിതങ്ങൾ പറഞ്ഞത്. ഫാത്തിമ, ഒരടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് നന്മ കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? നിനക്ക് പ്രയോജനമുള്ള ഒരു നന്മ പറഞ്ഞു തരട്ടെയോ? ഫാത്തിമ, ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഈ ദിക്ർ പറഞ്ഞിട്ട് കിടന്നുറങ്ങു ഫാത്തിമ എന്ന് നബിതങ്ങൾ അവിടെന്ന് പറയുമ്പോ അല്ലാഹുവേ, അലിയാർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. നബിതങ്ങൾ പറഞ്ഞതിന് ശേഷം മരിക്കുന്നത് വരെ മുടക്കിയിട്ടില്ല, മരിക്കുന്നത് വരെ ഞാനത് മുടക്കിയിട്ടില്ല എന്ന് മഹാനായ അലിയാർ തങ്ങൾ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന് പോകാനുള്ള ഒന്നാമത്തെ വഴി, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് ചെയ്യാൻ
ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു നന്മ പറയുകയാണ്. എന്നും ചെയ്തില്ലെങ്കിലും ഇന്നെങ്കിലും ചെയ്യണേ, ഇന്നൊരു രാത്രിയെങ്കിലും ചെയ്യണേ. അല്ലാഹുവേ ഭാഗ്യമ തരണേ അല്ലാ. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ നന്മ കേൾക്കണേ ചെറുപ്പക്കാരാ, പെങ്ങന്മാരെ, നിങ്ങൾ നല്ലതുപോലെ കേൾക്കണേ. ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് പോകണോ? അല്ലാഹു പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. രണ്ട് വയദഊനനാ റഗബൻ വറഹബാ. അല്ലാഹു പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താ? വയദഊനനാ റഗബൻ വറഹബാ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ, അവര് പടച്ചവനോട് ദുആ ചെയ്യുന്നവരാ. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, ദുരിതം വന്നാലും, പ്രതിസന്ധി വന്നാലും, പട്ടിണി വന്നാലും, എന്ത് രോഗം വന്നാലും അവർ റബ്ബിനോട് പറയുമടോ, അവർ റബ്ബിനോട് ദുആ ചെയ്യുമടോ. അവർക്കറിയാം അല്ലാഹ് എന്റെ ദുആ സ്വീകരിക്കുമെന്ന്. അവർക്ക് റബ്ബിനെ വല്ലാത്ത വിശ്വാസമാ. അവർ അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുന്നവരാണ്. അവരാത്മാർത്ഥമായി അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രണ്ട്, അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും, നമ്മളും ദുആ ചെയ്യും. പക്ഷേ രണ്ട് ദുആ തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. ദുആ ചെയ്യുമ്പോ തന്നെ നമുക്കറിയാം നമ്മൾ ദുആ ചെയ്തിട്ട് പ്രയോജനമില്ലെന്ന്. ഇപ്പൊ പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യും, ആരാ ആമീൻ പറയണേ? ആരാ കാക്കമാരെ ആമീൻ പറയണേ? പെട്ടിയിട്ടതുപോലെ ഇങ്ങനെ ഇരിക്കും. ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, ഞാൻ ആർക്കാ അല്ലാഹ് ഇത് ചെയ്യുന്നേന്ന്. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ, ഇപ്പൊ എന്തിനാ കാലിന് വേദന? ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. മൈക്ക് സെറ്റ് എന്തോ എൻ്റെ അനീഷോ ഗിരീഷോ എന്തോ വേണ്ട, സ്റ്റാൻഡൊക്കെ മാറ്റി ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഞാൻ രാവിലെ 7:15 എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. നാളെ വ്യാഴാഴ്ചയല്ലേ, തിരിച്ച് പള്ളിയിൽ പോകേണ്ടതുള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ ട്രെയിനിൽ വരുത്തിയുള്ളായിരുന്നു. ഇരുന്നിരുന്ന് വയ്യ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആമീൻ പറയടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യും. സദ്യക്കിരിക്കുന്ന പോലെ ഇരിക്കുന്ന ഇല ഇട്ടാ മതി. ആരാ ആമീൻ പറയണേ? ആരെങ്കിലും ആമീൻ പറയാറുണ്ടോ? ഉസ്താദിന് തന്നെ തോന്നും ഇത് ആർക്കാ അല്ലാഹ് ചെയ്യും. ഞാൻ എൻ്റെ ഒരു കഥ പറയാം. ഞാൻ പണ്ട് പഠിച്ചിറങ്ങിയ സമയത്ത് ഒരു പള്ളി ജോലിക്ക് പോയപ്പോൾ ഒരു മരിച്ച വീട്ടിൽ പോയി. ഞാൻ ഇവിടെ ഏഴങ്ങണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ബിരിയാണിയൊക്കെ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നെ ഉസ്താദിനെ ഒരു റൂമിൽ കൊണ്ടിരുത്തി. ഞാനും എൻ്റെ സുഹൃത്തായ അസിസ്റ്റന്റ് ഉസ്താദും കൂടെ പോയി റൂമിൽ ഇരുന്നു. ഒരു യാസീൻ ഓതി. ദ്വാ ചെയ്യാൻ സമയമായപ്പോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉസ്താദ് പറഞ്ഞു, കാക്ക ദ്വാ ചെയ്യാൻ പോകുന്നു, വരാൻ. ഉസ്താദ് ദ്വാ ചെയ്തോളാൻ. കാക്ക ദ്വാ ചെയ്യാൻ പോകുന്നു, ഉസ്താദ് ദ്വാ ചെയ്തോളാൻ. 1 വട്ടം വിളിച്ചു, 2 വട്ടം വിളിച്ചു, 3 വട്ടം വിളിച്ചിട്ട് ഇവര് ചോറ് വിളമ്പെന്ന് തിരക്കില്ല. എന്നോട് പറഞ്ഞു ദ്വാ ചെയ്യാൻ. ഞാനും ഉസ്താദും മുഖാമുഖം നോക്കിയിരിക്കുക. ഒരു യാസീൻ ഓതി. എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു, പടച്ചോനെ ഇതെന്റെ വാപ്പാടെ ഖബറിലേക്ക് എത്തിച്ചേക്കണേ അല്ലാഹ്. കാരണം വീട്ടുകാർക്ക് വേണ്ട. ചിരിക്കാൻ പറഞ്ഞല്ല, നിങ്ങളുടെ പള്ളിയിലെ ഖതീബിന്റെ അവസ്ഥ ഇത് തന്നെയാ. ആരാ ആമീൻ പറയുന്നേ? കൈ നേരെ പിടിക്കാറുണ്ടോ? കൈ നേരെ ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ കാലും നീട്ടി നിസ്കാരം കഴിഞ്ഞാൽ പോയി ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുക, തൂണി ചാരി. അല്ലാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇടോ, ദ്വാ ചെയ്യുന്നവൻ അറിയണം. ദ്വാ എന്ന് പറഞ്ഞാൽ എങ്ങനെന്നറിയോ? നിങ്ങൾ എന്തേ പറഞ്ഞേ? ദ്വാ ചെയ്താൽ അല്ലാഹു പറയുന്നു, നിനക്ക് ഞാൻ സ്വർഗം തരാം. എങ്ങനെ ദ്വാ ചെയ്യണം? ചുമ്മാതെ ഷോ കാണിച്ചിട്ട് കാര്യമില്ല. ചുമ്മാതെ ഷോ കാണിച്ചിട്ട് കാര്യമില്ല. അല്ലാഹ് തന്നെ പറയുന്ന 2 ദുആ, 2 പ്രവാചകന്മാരുടെ ദുആ പരിശുദ്ധമായ ഖുർആനിൽ കാണാം.
ഒന്നാമത്തെ ദുആ ആരുടെ ദുആ എന്നറിയുമോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് പഠിച്ചോ? എങ്ങനെയാണ് പടച്ചവനിൽ പ്രതീക്ഷ വെക്കേണ്ടതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കടല് കാണുന്നവരാണ്, കടല് കാണാൻ പോകാറുണ്ടല്ലോ. അതാ പിതാ നിങ്ങൾ ബീച്ചിൽ പോകുമല്ലോ, കടലിന്റെ തിരമാലകൾ വരുമ്പോഴേ പേടിയാണ്, അടുത്തേക്ക് പോകാൻ ഭയമാണ്. കാരണം ആഴമാണ്, ആഴമാണ്, ആഴമാണ്. എന്നാ നടുകടലിൽ പോയിട്ടുണ്ടോ? പോകും തോറും വല്ലാത്ത ആഴമാണ്, പോകും തോറും വല്ലാത്ത ആഴമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നടുകടലെത്തിയാൽ വല്ലാത്ത ആഴമാണല്ലോ. ആ നടുകടലിൽ ഒരു മനുഷ്യന് വെള്ളത്തിന്റെ അകത്ത് വീണാൽ, ഈ കരയുടെ ചാരത്ത് വീണാ തിരിച്ചു കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഉൾക്കടലില്, അതാ കടലിന്റെ ഉൾഭാഗത്തൊരു മനുഷ്യൻ വീണാ രക്ഷപ്പെടുന്നത്? ആ കടലിന്റെ അടിയിലേക്ക് പോകും തോറും വല്ലാത്ത ഇരുട്ടാണ്. ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പല് കാണാ പോയവരുടെ കഥ വായിച്ചവരല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? അതാ ഒന്ന് കടല് ഏറ്റവും ആഴമുള്ള സ്ഥലമാണ്, അവിടെ ഒരു മനുഷ്യൻ വീഴുകയാണ്. കടലിനടിത്തട്ടിൽ വല്ലാത്ത ഇരുട്ടാണ്. ആ കടലിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മീനാണ് തിമിംഗലം എന്ന് പറയുന്ന മീന്. അത് കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. ആ തിമിംഗലം എന്ന് പറയുന്ന മീൻ ഒരു മനുഷ്യനെ വിഴുങ്ങുകയാ. ആരെയാ വിഴുങ്ങിയതെന്നറിയുമോ? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ, ആ യൂനുസ് നബി അലൈഹിസ്സലാം എവിടെയാണ് കിടക്കുന്നത്? കടലിന്റെ ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലത്ത് കിടക്കുന്ന, കടലിലെ ഏറ്റവും വലിയ മീനായ തിമിംഗലത്തിന്റെ വയറ്റിലാണ് കിടക്കുന്നത്. ആ വയറ്റിൽ കിടക്കുന്ന യൂനുസ് നബിക്ക് രക്ഷപ്പെടാൻ ഇനിയൊരു വഴിയില്ലടോ, ഒരിക്കലും രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. എന്നിട്ടും യൂനുസ് നബി വിളിക്കുകയാണ്, വനാദാ ഫിദ്ദുലുമാത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ആ തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് നബി വിളിക്കുന്നു, വനാദാ ഫിദ്ദുലുമാത്. ഏത് ഇരുട്ട്? വെള്ളത്തിന്റെ അടിയിലെ ഇരുട്ട്, കടലിന്റെ അടിത്തട്ടിലെ ഇരുട്ട്, മീനിന്റെ വയറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇരുട്ട്. ആ ഇരുട്ടിനകത്ത് കിടന്നിട്ട് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്തപ്പോ യൂനുസ് നബി വിളിക്കുന്നു, അല്ലാ എന്നെ രക്ഷപ്പെടുത്താം നിനക്ക് കഴിയും തമ്പുരാന്, എന്നെ രക്ഷപ്പെടുത്താം നിനക്ക് കഴിയും തമ്പുരാന്, എന്നെ സഹായിക്കണേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാ പറഞ്ഞല്ലോ, ലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് നബി ആ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ, യൂനുസ് നബി ആ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ കിടക്കുമായിരുന്നു, ഖിയാമത്ത് നാൾ വരെ കിടക്കുമായിരുന്നു. അതാ യൂനുസ് നബി അലൈഹിസ്സലാമിനെ കരയിലേക്ക് കൊണ്ടുവന്ന് മത്സ്യം അവിടെ നിന്ന് തിരിച്ചു കൊടുത്തല്ലോ. ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം പ്രതീക്ഷ വെക്കാൻ, ഇങ്ങനെ വേണം പ്രതീക്ഷ വെക്കാൻ. ഇങ്ങനെ ദുആ ചെയ്യുന്നവർക്കാണ് സ്വർഗ്ഗമുള്ളത്. കടലിലെ മീനിന്റെ വയറിനകത്ത് കിടക്ക യൂനുസ് നബി രക്ഷപ്പെടുവോ? നമ്മുടെ ബുദ്ധി വെച്ച് ചിന്തിച്ച് രക്ഷപ്പെടുവോ? ഒന്നുമില്ല. എന്നിട്ടും യൂനുസ് നബി അല്ലാഹുവിനോട് പറഞ്ഞു, നിനക്ക് കഴിയും എന്നെ രക്ഷപ്പെടുത്താൻ. ഈ ഒരു ഈമാനാണ് നമുക്ക് വേണ്ടത്, ഈ ഒരു പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. നമ്മളിൽ അധികം പേർക്കും ഇല്ലാത്ത ഈ പ്രതീക്ഷ. ഒരു ചങ്ങാതി പറഞ്ഞു, ഉസ്താദെ കല്യാണം കഴിഞ്ഞ് ഞാൻ കുവൈറ്റിൽ പോയപ്പോഴും പറഞ്ഞു മക്കളില്ല, ഇവിടെയും പറഞ്ഞു ഉസ്താദ് എനിക്ക് മക്കളില്ല. അള്ളാഹു മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാത്ത ഒരുപാട് പേരില്ലേ? എന്തേ മക്കളെ കിട്ടാത്ത? ദുആ ചെയ്യാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഞാൻ എന്റെ പെങ്ങളോട് ചോദിക്കുന്നു, എന്റെ സഹോദരനോട് ചോദിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ടോ? എടോ, ദുആ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയോ?
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഫലസ്തീൻ എന്ന് പറയുന്ന, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം, ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുണ്ടല്ലോ, ആ പള്ളിയുടെ മിഹ്റാബിനകത്ത് മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി ജീവിച്ചു. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ആ പള്ളിയുടെ മിഹ്റാബിനകത്ത് ജീവിച്ചു. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ വളർത്തിയത് സക്കരിയ നബിയാ. സക്കരിയ നബി ഒരിക്കൽ പള്ളിയുടെ മിമ്പറിലേക്ക് കയറി ചെല്ലുമ്പോൾ, മിഹ്റാബിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഈ മറിയം എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നു. സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്തതല്ല. ആ പഴമെന്ന് പറയുന്നത് ആ രാജ്യത്ത് പോലും കിട്ടാത്ത പഴം. സീസൺ അല്ല, ഓരോന്നിനും സീസൺ ഉണ്ടല്ലോ. സീസൺ അല്ല, ആ നാട്ടിൽ പോലും കിട്ടാത്ത പഴം മറിയം എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, മറിയമേ, ഇതെവിടെ നിന്നാ മോളെ, ഇതെവിടെ നിന്നാ നിനക്ക് കിട്ടിയത്? മറിയം പറഞ്ഞു, ഖാലതു ഹുവ മിൻ ഇൻദില്ലാ, എന്റെ റബ്ബനിക്ക് തന്നതാ, എന്റെ റബ്ബനിക്ക് തന്നതാ. മറിയം എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി എവിടെന്ന് പറയുമ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം ആരാണെന്നറിയുവോ? മക്കളില്ലാത്ത പ്രവാചകനാ. സക്കരിയ നബിക്ക് മക്കളില്ലായിരുന്നു. സക്കരിയ നബിക്ക് മക്കളില്ലായിരുന്നു. ആ പ്രായം ചെന്ന സക്കരിയ നബി, ചരിത്രം പറയുന്നു, 100 വയസ്സ് കഴിഞ്ഞു, വൃദ്ധനാണ്. സക്കരിയ നബി തന്നെ അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ, ഞാൻ പ്രായമുള്ള മനുഷ്യനാണ് റബ്ബേ, എന്റെ എല്ലുകൾ പൊടിയാൻ തുടങ്ങി, എന്റെ എല്ലുകൾ പൊടിയാൻ തുടങ്ങി, എനിക്ക് പ്രായമായി, എനിക്കൊരുപാട് രോഗങ്ങളുണ്ട്. 120 വയസ്സാണെന്നൊക്കെ പറയുന്നു. സക്കരിയ നബി അല്ലാഹുവോട് പറയുന്നു, പടച്ചവനെ, എനിക്ക് വയസ്സായി, എനിക്ക് പ്രായമായി, എന്റെ എല്ലുകൾ പൊടിയാൻ തുടങ്ങി, എല്ലിൽ നിന്ന് മാംസം വിട്ടു. നിങ്ങൾ പറ, 100 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധനായ മനുഷ്യൻ. അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, മക്കൾ ഉണ്ടാകാൻ എന്ത് സാധ്യതയാ ഉള്ളത്? അതുമാത്രമല്ല, സക്കരിയ നബി പറയുന്നു, വകാനത് ഇംറഅതി ആഖിറ, എന്റെ ഭാര്യ അവളും വൃദ്ധയാ. പടച്ചവനെ, പെണ്ണെ, മെൻസസ് നിലച്ചുപോയി. സക്കരിയ നബിയുടെ ഭാര്യയുടെ മെൻസസ് പോലും നിലച്ചു. മെൻസസ് നിലച്ച ഒരു പെണ്ണിന് മക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഡോക്ടർമാര് പറയാറുണ്ടല്ലോ, മെൻസസ് പോലും നിലച്ചുപോയ ഒരു പെണ്ണ്. എന്റെ പ്രിയപ്പെട്ടവര്, 100 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധനായ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനെ, എനിക്കും എന്റെ ഭാര്യക്കും മക്കൾ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല, ഒരു ചാൻസും ഇല്ല, 1% പോലും സാധ്യതയില്ല ഇന്നത്തെ കണക്കനുസരിച്ച്. എന്നിട്ടും സക്കരിയ നബി അല്ലാഹുവിനോട് പറഞ്ഞു, നിനക്ക് കഴിയും പടച്ചവനെ. അല്ല, എങ്ങനെയൊക്കെയാണ് കാര്യം, എങ്ങനെയൊക്കെയാണെങ്കിലും അല്ല, എനിക്കൊരു മകനെ വേണം, നീ എനിക്ക് തന്നേ പറ്റൂ, എനിക്കൊരു മകനെ വേണം. സക്കരിയ നബി വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, നീ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു. ഞാനോ? ഈ കിളവിയായ ഞാൻ, ഈ വൃദ്ധയായി ഞാൻ പ്രസവിക്കാനോ? പ്രസവിക്കുമടി, എന്റെ മോന്റെ പേര് യഹ്യ. അല്ലാഹു കൊടുത്തു യഹ്യ നബി അലൈഹിസ്സലാമിനെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉണ്ടോ നീ? നിനക്ക് പ്രതീക്ഷ ഉണ്ടോ? നിനക്ക് നിരാശ. നിരാശ സാധാരണ പാവമല്ല, നിരാശ സാധാരണ പാവമല്ല, അത് വൻപാവങ്ങളിൽ എണ്ണപ്പെടുന്നു. നിസ്സാരമായ കാര്യമല്ല നിരാശ. എന്റെ പ്രിയപ്പെട്ടവരെ, 120 വയസ്സോളം അടുത്തിരുന്ന സക്കരിയ നബിക്ക് മക്കളെ കൊടുക്കാൻ അല്ലാഹുവിന് പറ്റുമെങ്കിൽ 25, 30, 35, 40 ഉള്ളവൾ പ്രസവിക്കില്ല എന്നാര് പറഞ്ഞു? 40 വയസ്സുള്ളവര് പ്രസവിക്കില്ല എന്നാര് പറഞ്ഞു നിന്നോട്? എന്റെ പ്രിയപ്പെട്ടവരെ, ഡോക്ടർമാര് തരുന്ന കണ്ട മരുന്ന് മൊത്തവും നീ തിന്നും. ഡോക്ടർമാര് പറയുന്ന എല്ലാ മരുന്നും തിന്നും. ഏതൊക്കെ ഹോസ്പിറ്റലുണ്ടോ അവിടെയൊക്കെ പോകും. എന്നിട്ട് പറഞ്ഞു, ഉണ്ടോ? ഇല്ല. എന്നാ അല്ലാഹു പറഞ്ഞ മരുന്ന് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഈ മക്കളില്ലാത്തവരോട് ചോദിക്കുകയാ, അല്ലാഹു പറഞ്ഞ മരുന്ന് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അല്ലാഹു കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നീ ചോദിക്കുക, ഉസ്താദെ, എനിക്ക് മക്കളുണ്ടല്ലോ, എനിക്ക് എന്തിനാ മരുന്നെന്ന്? താത്താ, നിന്റെ കൂട്ടുകാരി അല്ലെങ്കിൽ നിന്റെ അയൽവാസി, മക്കളില്ലാത്തവരുടെ ഏറ്റവും വലിയ സങ്കടം മക്കളില്ലാത്തതല്ല, നമ്മുടെ ചോദ്യവാ. കാണുമ്പോ ചോദിക്കും, ഒന്നും ആയില്ലേ, ഒന്നും ആയില്ലേ. അതൊരു കളിയാക്കലാടോ. നിനക്ക് തന്നെ അറിയാം അവൾക്ക് മക്കളില്ലെന്ന്. പിന്നെ കാണുമ്പോഴും ഒരു കുത്തു കൊടുക്കണം പോലെ ചോദിക്കും, ആയില്ലേ, ആയില്ലേ എന്ന്. ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന സാധനം അത്. എന്റെ പ്രിയപ്പെട്ട, അതാണ് അവർക്ക് ഏറ്റവും വലിയ വേദന. അല്ലാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറഞ്ഞ മരുന്നെന്താ? ഖുർആൻ പറഞ്ഞ മരുന്നെന്താ? മഹാനായ ചരിത്രം പഠിപ്പിക്കുകയാ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മഹാൻ ഇങ്ങനെ കുട്ടികൾക്ക് ദർസ് കൊടുക്കുകയാ. ഉസ്താദ് ഇങ്ങനെ കുട്ടികൾക്ക് പാഠം എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാള് കേറി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ശിബിലി തങ്ങളാണെന്ന് തോന്നുന്നു, ഇമാം ഗസാലി തങ്ങൾ, ഒരു മഹാന്റെ ചരിത്രം പറയുന്നുണ്ട്. വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, എനിക്ക് മഴയില്ല, വെള്ളക്ഷാമം, മഴയില്ല, വല്ലാത്ത ക്ഷാമം, വെള്ളക്ഷാമം, ദുആ ചെയ്യണം, ഒരു വഴി പറയണം. മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, മോനെ അസ്തഗ്ഫിറുള്ള പറഞ്ഞു, മഴ കിട്ടിക്കോളും, വെള്ളം കിട്ടും, അസ്തഗ്ഫിറുള്ള പറ, പൊക്കോളാൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് രണ്ടാമതൊരാള് വന്നിട്ട് പറഞ്ഞു, കച്ചവടമൊക്കെ ആകെ പ്രശ്നത്തില, കച്ചവടമൊക്കെ വല്ലാത്ത പ്രയാസത്തില, തങ്ങളെ ദുആ ചെയ്യണം, അസ്തഗ്ഫിറുള്ള പറ, പൊക്കോ, കച്ചവടമൊക്കെ അല്ലാഹ് തരും, പൊക്കോ, അസ്തഗ്ഫിറുള്ള പറ. മൂന്നാമതൊരാള് വന്നിട്ട് പറഞ്ഞു, മക്കളില്ല തങ്ങളെ, മക്കളില്ല തങ്ങളെ. എന്റെ പ്രിയപ്പെട്ടവരെ അപ്പോഴും പറഞ്ഞു കൊടുത്തു അസ്തഗ്ഫിറുള്ള പറയാൻ. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, ഉസ്താദേ, എല്ലാത്തിനും ഒരു മരുന്ന് തന്നെയാണോ? മഴയില്ലെന്ന് പറഞ്ഞവനോടും കച്ചവടത്തിൽ ബറക്കത്തില്ലെന്ന് പറഞ്ഞവനോടും മക്കളില്ലെന്ന് പറഞ്ഞവനോടും പറയാൻ പറഞ്ഞ ദുആ ഏതാ? ഉറക്കപ്പറ, ഏതാ ദിക്റ്? അപ്പോഴാണ് പറഞ്ഞത്, മോനെ, ഞാൻ പറഞ്ഞതല്ല. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അള്ളയാ പറഞ്ഞ അസ്തഗ്ഫിറുള്ള പറഞ്ഞ മക്കളുണ്ടാകും, അസ്തഗ്ഫിറുള്ള പറഞ്ഞ കച്ചവടമുണ്ടാകും, അസ്തഗ്ഫിറുള്ള പറഞ്ഞ അള്ളാഹു നിനക്ക് വെള്ളം തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ അസ്തഗ്ഫിറുള്ള പറയാറുണ്ടോ? അടുത്തവന്റെ കടയെ നോക്കിയിട്ട്, പണ്ടാര അവന് മാത്രം കച്ചവടം, ഇവിടെ ഒരുത്തരും കയറുന്നില്ലല്ലോ, അള്ളാഹ് പ്രാവിക്കൊണ്ടിരിക്കും. നീ എന്നാ അവിടെ ഇരുന്നുകൊണ്ട് അസ്തഗ്ഫിറുള്ള 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 എന്ന് പറഞ്ഞാൽ നിനക്കും അള്ളാഹു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറള്ള ഈമാൻ തരുമാറാകട്ടെ. അടുത്തവന്റെ കച്ചവടം, അവള് മാത്രം കാർ എടുത്തു, റബ്ബേ ഞാൻ സ്കൂട്ടിയില്ല, എനിക്കും വേണമല്ല, അല്ലേ? പ്രാവരുത്, നീ ഇരുന്ന് അസ്തഗ്ഫിറുള്ള പറ, അള്ളയാ പറഞ്ഞത് തരുമെന്ന്. വെള്ളമില്ലേ, വല്ലാത്ത ചൂടല്ലേ, മഴയില്ല, പറഞ്ഞു അസ്തഗ്ഫിറുള്ള, റബ്ബ് തരും. മക്കളില്ലേ, പറതാത്ത അസ്തഗ്ഫിറുള്ള, അള്ളയല്ലേ പറഞ്ഞേ. ഇത് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നാണല്ലോ. നീ അള്ളാഹുവിനോട് പറ, ദുആ ചെയ്യ്. എത്ര കൊല്ലമായി നീ അള്ളാഹിനോട് ചോദിക്കുന്നത്? ഒരു വട്ടമെങ്കിലും അല്ലാഹു ഗഫൂറ, അല്ലാഹു റഹീമ, അള്ളയെപ്പോലെ കരുണയുള്ള ഒരാളും ഈ ലോകത്തില്ല. പൊറുക്കന്റെ പാപമ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീയല്ലാതെ. അള്ളാഹിനോട് പറയണെന്നാ, അല്ല ഈ ലോകത്ത് നിന്നെക്കാരും പൊറുക്കണ ആരാ? അല്ലാ ഉള്ളേ. പടച്ചവനെ നിന്നെ പോലെ കരുണയുള്ള ആരാ? അറിയോ പെണ്ണെ, ഒരാളുടെ കണ്ണ് നിറയുന്നത് അള്ളാഹിക്ക് ഇഷ്ടമല്ല, അള്ളാഹിന് ഇഷ്ടമല്ല ഒരാൾ കരയുന്നത്, അത് ആരുമാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള അള്ളാഹ് നീ ചോദിച്ചിട്ട് തരുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്ക്, നിന്റെ ചോദ്യം ശരിയാകുന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷ വേണം നമുക്ക്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി അടുത്തു കൊണ്ടുപോകാൻ പറ്റാത്തത് കാരണം അമ്പും വില്ലും തയ്യാറാക്കി മുകളിൽ കയറ്റി നിർത്തിയിരിക്കുക, എയ്ത് വിടാൻ, കയ്യും കാലും കെട്ടിയിട്ട് ഇങ്ങനെ എയ്ത് വിടാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന സമയത്ത് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ രക്ഷപ്പെടുത്തട്ടെ, ഈ തീ അണച്ചു കളയട്ടെ, ഒന്ന് സമ്മതം താ, ഞാൻ രക്ഷപ്പെടുത്താം. ചങ്ങാതി, നീ നിന്റെ പണി നോക്ക്. ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി, നീ നിന്റെ കാര്യം നോക്ക്, എന്നെ പടച്ച അല്ലാഹ് ഉണ്ടല്ലോ, എനിക്കൊരു റബ്ബുണ്ടല്ലോ. ആ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ഏതു പ്രതിസന്ധിയിലും പറയേണ്ട ദിക്റാണ് ഹസ്ബുനല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി. അതുകൊണ്ട് 10ാം ക്ലാസ്സിലും +1ലും +2നും പരീക്ഷ എഴുതുന്ന മക്കളോട് പറയുകയാ, എന്തിനാ മോനെ പേടിക്കുന്നത്, എന്തിനാ ടെൻഷൻ
അടിക്കുന്നത്. അല്ലാഹു ഉണ്ടല്ലോ നിന്റെ കൂടെ, ഹസ്ബുനല്ലാഹ് പറഞ്ഞുകൊണ്ട് പോ. സുബഹി നിസ്കരിച്ചിട്ട് പോ. എല്ലാവരും പറയുന്നത് ഉസ്താദേ ജയിക്കണം ജയിക്കണം ജയിക്കണം. എന്റെ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന, SLC പരീക്ഷയും +1 +2 പരീക്ഷ എഴുതുന്ന എന്റെ പൊന്നുമക്കളോട് പറയുകയാ, സുബഹി നിസ്കരിക്കാതെ പോയി എഴുതല്ലേ, സുബഹി നിസ്കരിക്കാതെ പോയി എഴുതല്ലേ, സുബഹി നിസ്കരിക്കാതെ പോയി എഴുതല്ലേ. നബി തങ്ങൾ പറഞ്ഞു, സുബഹി നമസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താലും അതിൽ ബർക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ A+ വേണം A+ വേണമെന്ന് പറഞ്ഞിട്ട് മക്കളെ കിടത്തി ഉറക്കുന്ന ഉമ്മമാരെ വിളിച്ചുണർത്തിയിട്ട് സുബഹി നമസ്കരിപ്പിക്കൂ. എന്നിട്ട് മക്കളെ ഭീഷണിപ്പെടുത്തലല്ല, തോറ്റാ കൊന്നുകളയുമടാ, മുഴുവനും A+ ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് മക്കളെ ഭീഷണിപ്പെടുത്തുന്ന ഉമ്മ, നിന്റെ ആർത്തി നാശമാ, നിന്റെ ആർത്തി നാശമാ. കഴിഞ്ഞ വർഷത്തെ SLC പരീക്ഷകൾ തുടങ്ങുന്നതിന്റെ തലേ ദിവസമാണ്